മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് ക്രഷർ ക്വാറി ഉടമകൾ കരിങ്കല്ലിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പഴയ വിലയേക്കാൾ 5% വർദ്ധിപ്പിച്ചാണ് കരിങ്കല്ല് വിറ്റത്. വില കൂട്ടി കരിങ്കല്ല് വിറ്റതിന്റെ രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു. വർദ്ധിപ്പിച്ച വിലയിൽ കരിങ്കല്ല് വിൽക്കരുതെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയ മിനിറ്റ്സ് രേഖയും റിപ്പോർട്ടിന് ലഭിച്ചു. ടിപ്പർ ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വർദ്ധിപ്പിച്ച വിലയ്ക്ക് കരിങ്കല്ല് എടുക്കില്ലെന്ന നിലപാടിലാണ് ടിപ്പർ ഉടമകളും ഡ്രൈവർമാരും. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അന്ന് കളക്ടർ തീരുമാനിച്ചത് സർക്കാർ ഇടപെട്ടൊരു വിലമാറ്റം ആകുന്നിടം വരെ തലശ്ശേരി തുടരാനാണ്. പക്ഷേ ഇന്നും കളഞ്ഞൂർ പഞ്ചായത്തിലെ വിവിധ കോറികളിലും ക്രഷറുകളിലും കൂട്ടിയ വിലയിൽ സാധനം വിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ പോയപ്പോഴും പുതിയ വിലക്കാണെന്ന് പറഞ്ഞു ആരും എടുക്കാതെ വണ്ടികൾ ഒതുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഒരു ക്യൂബിക് ഫീറ്റിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 രൂപ അല്ലെങ്കിൽ 14 രൂപയാണ് വരുന്നത്. അതിപ്പം വിൽക്കുന്നത് 32 രൂപ 50 പൈസ തൊട്ട് 35 രൂപ വരെ വിൽക്കുന്നു. എന്നിട്ടും അവർക്ക് നഷ്ടമാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ വണ്ടി ഓടുന്ന ഞങ്ങൾ എവിടെ ചെന്ന് ഈ റേറ്റ് മേടിക്കും. ഡീസലിന്റെ വില 23 ഇങ്ങോട്ട് വരുമ്പം എത്ര രൂപ ഞങ്ങൾ കൂടി? ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ കൂലി കൂടിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് 1 രൂപ പോലും കൂട്ടി, 50 പൈസ പോലും കൂട്ടി നമുക്ക് ഒരു പാറമടയിൽ നിന്നും ഒരു ക്രഷറിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യമാണ് മുമ്പോട്ട് പോകുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, ഇരട്ടിയിലധികം വില വർദ്ധിപ്പിച്ചു എന്നാണ് നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിർദ്ദേശം മറികടന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്? ഇതിലൊരു ഇടപെടൽ ഉണ്ടാകേണ്ടതല്ലേ? വിനീത, ഈ മാസം 20-നാണ് കളക്ടറേറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ കളക്ടറാണ് ആ യോഗം വിളിച്ചു ചേർത്തത്. അതിൽ പരാതിക്കാരും ഈ ക്വാറി ഉടമകളും ഒക്കെ പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വന്നത് ജില്ലയിൽ ഈ ക്വാറി ഉൽപ്പന്നങ്ങൾ അത് നിലവിലുള്ള വില തന്നെ തുടരണം, ഉയർന്ന വില ഈടാക്കരുത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തും. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. പഴയ വില തന്നെ തുടരണമെന്നായിരുന്നു ജില്ലാ കളക്ടർ ഒരു നിർദ്ദേശം നൽകിയത്. ആ മിനിറ്റ്സിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഈ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ഈ ക്വാറി ഉടമകൾ ഈടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടിപ്പർ അവരുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വാറികളിൽ നിന്നും കരിങ്കല്ല് ഉൾപ്പെടെ ഉപഭോഗ വസ്തുക്കളൊന്നും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അവർ എടുക്കുന്നില്ല. ഉയർന്ന വിലയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ക്വാറി ഉടമകൾ പറയുന്നത് ഡീസലിന്റെ വില വർദ്ധിച്ചു, ഒപ്പം തന്നെ സ്ഫോടക വസ്തുക്കളുടെ വില വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ ഉയർന്ന വില വേണം എന്നാണ് ക്വാറി ഉടമകൾ പറയുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ പറയുന്നത് മറ്റ് ജില്ലകളിൽ ഇല്ലാത്ത വില വർധനവ് പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രമായിട്ട് എങ്ങനെ നടപ്പാക്കാൻ കഴിയും? അതുകൊണ്ട് സർക്കാരുമായി ഇക്കാര്യം ചർച്ച ചെയ്യും, ശ്രദ്ധയിൽപ്പെടുത്തും. അതിനുശേഷം മാത്രം വിലവർദ്ധനവ് പരിഗണിക്കാമെന്ന നിലപാടാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. പക്ഷേ ആ യോഗത്തിന്റെ തീരുമാനം മറികടന്നുകൊണ്ട് ഇപ്പോഴും ഉയർന്ന വിലയിൽ ക്വാറി ഉൽപ്പന്നങ്ങൾ എന്നാണ് പരാതി നൽകിയിട്ടുണ്ട്. ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകി.